ഹലോ ഫ്രണ്ട്സ്, ചെമ്മീൻ മസാലക്കറിയുടെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരല്പസമയം ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആകെ മസാലയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊരല്പസമയം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ടേക്ക് വെക്കാം. അതിലോട്ടേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് അതിലോട്ടേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം മല്ലിയിലേൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് മസാലകളാണ് ചേർക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഏകദേശം നന്നായിട്ടൊന്ന് റെഡിയാവട്ടെ. അപ്പോൾ നമുക്ക് ഒരല്പസമയം ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ, അതാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടാനുണ്ടല്ലോ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ടതില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരല്പസമയം ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വേവിക്കുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് നമുക്ക് വെള്ളമൊക്കെ കുറവല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും. അത് മാത്രമല്ല, ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ ആ സമയമാകുമ്പം നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ മസാല ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഡിന്നർ അതിൻ്റെ കൂടെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ബൈ.